വിശ്വം, താനിപ്പോ അയാളോട് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. അയാളുടെ അവസ്ഥ അതാ. ഇന്നലെ രാത്രി തീരുമാനം അറിഞ്ഞതിന് ശേഷം അയാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, കുടിയോടുകൂടി. ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ രാജ്ഭവനിലേക്ക് പോകും? അതാ ഞങ്ങളും പോകാഞ്ഞത്. എന്താ സംഭവിച്ചത്? കഴുത്തുമുട്ട മുഖ്യമന്ത്രി ആവണേലും പൊതുവെ എതിർപ്പുണ്ടായി. പിന്നെ ആരോ KGRന്റെ പേര് സജസ്റ്റ് ചെയ്തു. ഭൂരിപക്ഷം MLA-മാർക്ക് അത് ഇഷ്ടമായി. വിശ്വം പേടിക്കൊന്നും വേണ്ട, അയാൾ നമ്മുടെ വയ്യം തന്നെ. നിങ്ങൾ എന്റെ ടെൻഷൻ ഒന്ന് മനസ്സിലാക്കണം. 1, 10, 50 ലക്ഷമല്ല, 1.5 കോടി രൂപയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പലർക്കും പല വാഗ്ദാനങ്ങളും നൽകി പിരിച്ചെടുത്ത തുകയാണത്. അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? അതിനിപ്പോഴെന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രി ഒരാൾ മാത്രമാണോ രാജ്യം ഭരിക്കുന്നത്? വേറെയും മന്ത്രിമാരില്ലേ? അങ്ങനെ കൈവിട്ട് കളിക്കാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. കൈമൾ സാർ നിങ്ങളെ തഴഞ്ഞു. കൈമൾ സാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഭൂരിപക്ഷം പേരും KGRനെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടി പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? വിശ്വം സമാധാനമായിരിക്കുക. അങ്ങനെ ആരെയും വഞ്ചിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല. തന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഞാൻ മനപ്പായസം കുടിച്ചു. കഴുത്തുമുട്ട മുഖ്യമന്ത്രി, എരിഞ്ഞോളി ഫിനാൻസ്, പാപ്പച്ചൻ റവന്യൂ, ഇപ്പോൾ 7-ാം കൂലി, ആദ്യമായിട്ട് MLA ആയി, തലമുത്ത എല്ലാത്തിനെയും കടത്തിവെട്ടി മുഖ്യമന്ത്രിയുമായി. അത് കളയുന്നേ. അതിപ്പോ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കാൻ ഒക്കെ ശരിയാവും. ഇങ്ങോട്ട് പോന്നാട്ടെ. എന്താ മനസ്സിലായത്? ഇങ്ങനെയൊക്കെ വേണം. മന്ത്രിയായിട്ട് ആദ്യം വീട്ടിലേക്ക് വരികയല്ലേ? ആ വാ. വേണ്ട, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ പോയാൽ അങ്ങനെ ആഹാരം കഴിച്ചിട്ട് പോവാം. ഇത്രയും പേർക്ക് പെട്ടെന്ന് വേണ്ട സർ. എന്താ താനെന്താ വിളിച്ചത്? KGR പഴയ KGR തന്നെയാ. നമ്മുടെ ഇടയിൽ ഈ സാറൊന്നും വേണ്ട. വത്സലേ, ഞങ്ങൾ 5-6 പേരുണ്ട്. ഭക്ഷണം വേണം. ബുദ്ധിമുട്ടാവൂ? ഇല്ല, തരപ്പെടുത്താം. ശരി, വേഗോട്ടെ. അല്ല, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കേ, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ഇരിക്കേ. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ, ഇരിക്കേ. എല്ലാരും ഇന്ന് വിടുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി, എന്നിട്ടേ ഞാൻ വിടൂ. ചപ്പാത്തി ആവുമ്പോ വേഗം നടക്കും. കുറച്ചുകൂടി മാവ് ഒഴിക്കും. എന്തിനാ വത്സല എന്നെ വിളിച്ചത്? ഗോപിട്ട, ഇന്ന് ശനിയാഴ്ച ഇറച്ചിയും മീനൊന്നും പതിവില്ല, പച്ചക്കറിയേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടുകാർ. ഒരു കുഴപ്പവുമില്ല, ഇതൊക്കെ ധാരാളം മതി. പച്ചക്കറി വേണ്ടാത്തവന്മാർ അമ്മരുടെ വീട്ടിൽ പോയി തന്നെ. അല്ല വേണ്ട ഗോപിട്ട. സാരമില്ല, ഞാനും കൂടെ സഹായിക്കാം. വേഗം ആകുമല്ലോ. ഇന്നവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എവിടെ? രാജ്ഭവനിൽ. അയ്യോ, ഉണ്ടായിരുന്നോന്ന്? ഈ പട്ടണം മുഴുവൻ ഉണ്ടായിരുന്നു. ഗവർണർമാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഗവൺമെന്റ് സെക്രട്ടറിമാര്, അങ്ങനെ ആരല്ല. വത്സല ഇതൊന്നും TV കണ്ടില്ലേ? ഇല്ല, ഇവിടെ TV ഉണ്ടായിട്ട് വേണ്ടേ? പലരും വത്സലയുടെ കാര്യം ചോദിച്ചോ? എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചേട്ടനെ ഒന്നും ഇഷ്ടമാവില്ല. എന്താ ആലോചിക്കുന്നത്? ഇന്നത്തോടുകൂടി എന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കും. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഒരാവേശത്തിന് കയറി അങ്ങ് സമ്മതിച്ചു. ഇപ്പോ വല്ലാത്തൊരു പേടി. അതെന്താ? അതങ്ങനെ. ഇനി സംസാരിക്കുന്നതിന് മുമ്പ് പേടിക്കണം, സംസാരിച്ച് കഴിഞ്ഞാൽ പേടിക്കണം, പ്രതിപക്ഷത്തെ പേടിക്കണം, ഭൂരിപക്ഷത്തെ പേടിക്കണം, ജനങ്ങളെ പേടിക്കണം. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പലതും ചെയ്യേണ്ടി വരും. അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ, പ്രോട്ടോകോൾ, കൃത്രിമമായ ബഹുമാനം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങൾ, അങ്ങനെ പലതും. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വീകരിച്ചത്? അധികാരവും പദവിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല, സമാധാനം വേണം. എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പിന്നൊരു കാര്യം, ഡേറ്റിനകത്തൊരു രാജിക്കത്ത് എഴുതി വെച്ചിട്ടാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്.
ഇവിടെയുണ്ട്. ഇതെന്താ ഖദർ? ഇനി ഇതല്ലേ ഇടേണ്ടത്? ഞാൻ ഇന്നലെ വാങ്ങിയതാ. എന്തിന്? ഖദറൊക്കെ ഇടാൻ ഒരു യോഗ്യത വേണം. എനിക്കതായിട്ടില്ല. തൽക്കാലം ഇതൊക്കെ മതി. ഇതെന്താ ഇവരൊക്കെ ഇവിടെ? അല്ല സാർ, എസ്കോർട്ട്, സെക്യൂരിറ്റി. അയ്യോ, എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട, പൊയ്ക്കോ. അയ്യോ സാർ, അത് IG. ഐജിയോട് ഞാൻ പറഞ്ഞോളാം, പൊയ്ക്കോ. യെസ് സാർ. പോവാം. ഇച്ചിരി കൂടെ നീങ്ങേ. എന്തിനാ മുമ്പിൽ തിരക്കുന്നത്? ഇവിടെ കയറിയോ? സിഗരറ്റ് താ പരമേട്ടാ. ഇതെന്തൊരു കഷ്ടം. അല്ലേ? എന്തായാലും ഈ നാട് നന്നാവാൻ പോകുന്ന ലക്ഷണമുണ്ട്. താൻ ഇതൊക്കെ തന്റെ സായിപ്പന്മാര് വരുമ്പോൾ ചെയ്താൽ മതി. എന്നെ കാണുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. ആ, Good morning, sir. ഗുഡ് മോർണിംഗ്. I am Rajagopalan, Chief Secretary. അറിയാം. Please come. Meet Mr. Shanmugh Sundar, Home Secretary. Mr. Jagannathan, Revenue Secretary. Mr. James, Finance Secretary. Mr. Cherian, Law. Mr. Hamid, Industries. Mr. Ravindran, Health Services. Mr. Alex, Civil Supplies. Mr. Peter, Agriculture. Mr. Rajan, Fisheries. IG, Law and Order. DIG, Crimes. സർ, ചിലർ ടൂറിലാണ്, ചിലർ ലീവിലും. വെരി ഗുഡ്. വെൽ ജെന്റിൽമെൻ, നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു പുതുമുഖമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കും. ആർ യു ഫ്രീ നൗ സർ? യെസ് സർ. എന്റെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നത്? വരാം. Then please come. Please take a seat. Thanks. താങ്കളുടെ ഓഫീസ് ടൈം എങ്ങനെയാണ്? 10 to 5. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വരുത്തും. From tomorrow onwards, I will be present in my office from 8 o'clock in the morning till 8 o'clock in the evening. അതായത് രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമായിരിക്കും നമ്മൾ തമ്മിൽ കാണുന്ന സമയം. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു? യെസ് സർ. മൊത്തത്തിൽ ഒരു മാറ്റം വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം. അതിന്റെ ആരംഭം തലപ്പത്ത് തന്നെ ആവട്ടെ. ആദ്യമായി എനിക്ക് അറിയേണ്ടത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. വിത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. എപ്പോൾ തരാൻ സാധിക്കും? സർ, within 2 days. No, I want it tomorrow and I must get it. Yes sir. Thank you. You may go. താനിങ് വന്നേ. എന്താ സർ? എപ്പോഴാണോ പ്രസ് കോൺഫറൻസ്? പ്രസ് കോൺഫറൻസ് അതിപ്പോ പ്രസ് കോൺഫറൻസ് എപ്പോഴേലും വെക്കാവല്ലോ. ആഹാ. പിന്നെന്തൊക്കെയാണ് ഇന്നത്തെ ബാക്കിയുള്ള പ്രോഗ്രാം? പ്രോഗ്രാം ഞാൻ ചോദിച്ചിട്ട് പറയാം.
അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് പാടും. ആ വിശ്വ, പാപ്പച്ചനെ കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. നമ്മുടെ കണക്കുകൂട്ടൽ അല്പം തെറ്റി. സാരമില്ല, മാനേജ് ചെയ്യാം. ബാക്കി മന്ത്രിമാരുടെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്തു. ഒന്നും ആയിട്ടില്ല, ഇന്നും നാളെയൊക്കെ ആയിട്ടേ ആവും. അതല്ല, ഈ മന്ത് എൻഡിൽ എക്സൈസ് ഓപ്ഷനാ. നമുക്ക് പറ്റാത്ത വല്ലവരുമാണ് മന്ത്രിയെങ്കിൽ നമ്മുടെ പരിപാടി മുഴുവൻ കുഴയും. വിശ്വം ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. KGR നമ്മുടെ പയ്യനല്ലേ, അവൻ അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കും. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടിനും നാട്ടാർക്കും കൊള്ളാത്ത വെള്ളാനകളായ കോർപ്പറേഷനുകളെ എത്രയും വേഗം നിർത്തലാക്കുന്നതായിരിക്കും. അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഭരണരീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ പുതിയ അബ്കാരി നയം ഈ മാസം അവസാനം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, മന്ത്രിസഭ വികസിപ്പിക്കുന്നില്ലേ? ആരൊക്കെയാണ് പുതിയ മന്ത്രിമാർ? തീരുമാനമായിട്ടില്ല. മന്ത്രിസഭയിൽ ചെറുപ്പക്കാർക്കായിരിക്കും മുൻതൂക്കം എന്ന് കേട്ടത് ശരിയാണോ? ആ, അങ്ങനെയല്ലേ വേണ്ടത്. പ്രായമായവരോട് മുഖ്യമന്ത്രിക്ക് അലർജി വല്ലതുമുണ്ടോ? ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രായമായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. കാലാകാലങ്ങളിൽ എല്ലാത്തിനും മാറ്റമുണ്ടാവണം. മനുഷ്യന് പണത്തിനോടുള്ള ആർത്തിയും ലൗകിക സുഖങ്ങളോടുള്ള ആസക്തിയും ഒരു പ്രായം കഴിഞ്ഞാൽ അവസാനിക്കും. പക്ഷേ അധികാരത്തിനോടുള്ള ദുർമോഹം മരണം വരെയും ഉണ്ടാവും. ഞാനല്ല, ബെർട്രാൻ റസൽ പറഞ്ഞതാ. പിന്നെ യുവാക്കൾക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നേ ഞാൻ അർത്ഥമാക്കുന്നു. പിന്നെ റിട്ടയർമെന്റ് എല്ലാത്തിനും ഒരു ആവശ്യമല്ലേ? പലരെയും കൊള്ളിച്ചാണ് സാർ ഇത് പറയുന്നതെന്നറിയാം. പക്ഷേ ജനങ്ങൾക്കും പാർട്ടിക്കും ആവശ്യമാണെങ്കിൽ പ്രായം ഒരു അയോഗ്യതയാണോ? അല്ല എന്ന് വെച്ച് എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ? മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനമാണ്. സാറിന് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈ രാജ്യത്ത് തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. ഒരു രാമരാജ്യവും ഇവിടെ പ്രതീക്ഷിക്കില്ല. പിന്നെ കുറച്ചു ദിവസം KGR ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും. വാട്ട് യു കോൾ എ ചേഞ്ച്. അത് കഴിഞ്ഞാൽ അതും ഒരു പഴയ അധ്യായമായി മാറും. അതുവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുക, എന്നോട് സഹകരിക്കുക. നമസ്കാരം.